ചെഗുവേരയെ പിടികൂടി സ്കൂൾ കെട്ടിടത്തിലെത്തിച്ച ബൊളീവിയൻ സേനയിലെ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആ സംഭവത്തെക്കുറിച്ച് ഓർത്തു പറഞ്ഞത് ചേയുടെ വലതുകാലിൽ വെടിയുണ്ടകളേറ്റ മുറിവുണ്ടായിരുന്നുവെന്നാണ്. മുടി ജടകെട്ടിയിരുന്നു, വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരുന്നു. എങ്കിലും അയാൾ തല ഉയർത്തിപ്പിടിച്ചാണ് നിന്നത്. കണ്ണുകളിൽ നോക്കിയാണ് സംസാരിച്ചത്. അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ച ഉദ്യോഗസ്ഥരോട് ചേ ആവശ്യപ്പെട്ടത് പട്ടാളക്കാർ പിടിച്ചെടുത്ത തന്റെ ചുരുട്ട് വേണമെന്നായിരുന്നു. ചുരുട്ടും വലിച്ച് ചേ അവരെ നോക്കി അവസാനമായി പുഞ്ചിരിച്ചു. ഒരു ക്ലാസിക് ചിരി. എന്നിട്ട് തനിക്കു നേരെ ചോക്ക് ചൂണ്ടി നിന്ന പട്ടാളക്കാരോട് പതിഞ്ഞെങ്കിലും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഐ നോ യു ആർ ഹിയർ ടു കിൽ മീ. ഷൂട്ട്. യു ആർ ഓൺലി ഗോയിങ് ടു കിൽ എ മാൻ. നീ എന്നെ കൊല്ലാൻ വന്നതാണെന്ന് എനിക്കറിയാം. വെടിവെക്കൂ. നിങ്ങൾക്കൊരു സാധാരണ മനുഷ്യനെ മാത്രമേ കൊല്ലാനാകൂ എന്ന്. പക്ഷേ തീക്ഷ്ണമായ ആ കണ്ണിൽ നോക്കി കാഞ്ചു വലിക്കാൻ പട്ടാളക്കാരന് സാധിച്ചില്ല. പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി അയാളുടെ കണ്ണുകളിൽ നോക്കാതെ പട്ടാളക്കാരൻ നിറയൊഴിച്ചു. ഒന്നല്ല 9 തവണ. ഒരു വിപ്ലവ സൂര്യന്റെ അസ്തമയം. മരണശേഷം മക്കൾക്ക് വായിക്കാനായി ചേ കത്തുകൾ എഴുതി വച്ചിരുന്നു. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൽ എവിടെയും ആർക്കെതിരെയും അനീതി കണ്ടാൽ അതിനെ ശക്തമായി എതിർക്കുക. അതാണ് ഒരു വിപ്ലവകാരിയുടെ ഏറ്റവും മനോഹരമായ ഗുണം.